കർഷക തൊഴിലാളികൾക്ക് പരമാവധി ആനുകൂല്യം എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് ക്ഷേമനിധി ബോർഡ് നടത്തുന്നതെന്ന് ചെയർമാൻ എൻ ചന്ദ്രൻ. ആനുകൂല്യം കിട്ടിയാലും അത് ക്ഷേമനിധി ബോർഡിന്റേതാണെന്ന് കർഷകർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. സർക്കാർ പരമാവധി സഹായം ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ അതിവർഷാനുകൂല്യം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിവർഷാനുകൂല്യങ്ങൾ പോലുള്ള സഹായങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാൻ സർക്കാരുകൾ കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്ന് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ പറഞ്ഞു. ഫണ്ട് സമയാസമയം കിട്ടാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ സർക്കാർ കഴിവിന്റെ പരമാവധി കർഷകരെ സഹായിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനായി ക്ഷേമനിധി ബോർഡ് ഇടപെടുന്നുമുണ്ട്. അതിന്റെ ഫലമായാണ് ഇപ്പോൾ അതിവർഷാനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞതെന്നും എൻ ചന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 3 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. അതിനെല്ലാം കൂടി ഏതാണ്ട് 400 കോടി രൂപ വേണം ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. അതത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ് എന്ന് കേരളത്തിന്റെ പൊതുസ്ഥിതി അറിയുന്ന നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എങ്കിലും പരമാവധി ഇടപെടലും സമ്മർദ്ദവും നടത്തി സാധ്യമായതിന്റെ പരമാവധി ഗവൺമെന്റിൽ നിന്ന് ശേഖരിക്കുക എന്ന നിലപാടാണ് കർഷക തൊഴിലാളി ബോർഡ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 2016 ശേഷം ഇത്രയും തുക ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ക്ഷേമനിധി ബോർഡിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് കർഷകർ പറയുന്നത്. എന്നാൽ പലപ്പോഴും ക്ഷേമനിധി ബോർഡിന്റെ സഹായം ലഭിച്ചാലും അത് ഏത് സഹായമാണ് എന്ന് കർഷകർ മനസ്സിലാക്കുന്നില്ല. ചിലർ ബാങ്ക് പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. പണം കിട്ടിയാൽ അത് തൊഴിലുറപ്പിന്റെ പണം എന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നും എൻ ചന്ദ്രൻ പറഞ്ഞു. കണ്ണൂരിൽ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ അതിവർഷാനുകൂല്യ 2ാം ഗഡു വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൻ ചന്ദ്രൻ. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ KR വിപിൻ അധ്യക്ഷത വഹിച്ചു. വി പ്രദീപ് കുമാർ, കോമള ലക്ഷ്മണൻ, വനജ രാഘവൻ, M ശ്രീധരൻ, U ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.